നമസ്കാരം. പ്രശാന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. തെരുവ് നായ്ക്കളോടാണോ, തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന മനുഷ്യരോടാണോ കൂടുതൽ സഹാനുഭൂതി എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന മനുഷ്യനോടാണ് എന്നതാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. തെരുവ് നായ്ക്കളോട് സഹാനുഭൂതി തോന്നാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം തെരുവ് നായ്ക്കളെ തെരുവിലേക്ക് പറഞ്ഞു വിടുന്നത് മനുഷ്യരാണ്. അപ്പോൾ സഹാനുഭൂതി അവയോട് ഉണ്ടായിരിക്കണം. പക്ഷേ അവ അക്രമാസക്തമാവുകയും മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിലുടനീളം വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി കാലാകാലങ്ങളിലായി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ 3 വിധികളാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ. ആഗസ്റ്റ് 11 ഒരു വിധി, ആഗസ്റ്റ് 22 ഒരു വിധി, നവംബർ 7 മറ്റൊരു വിധി. നവംബർ 7 വിധി വളരെ ശക്തമാണ്. ആ വിധിയിൽ എല്ലാ സംസ്ഥാനങ്ങളോടും എല്ലാ യൂണിയൻ ടെറിട്ടറികളോടും വ്യക്തമായ നിർദ്ദേശമാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ജനുവരി 13 തോന്നുന്നു വീണ്ടും സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് വീണ്ടും എടുക്കാൻ പോകുന്നത്. ശക്തമായ നിർദ്ദേശം എന്തെന്നാൽ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് സ്കൂൾ, കോളേജ്, സ്പോർട്സ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ സ്ട്രേ ഡോഗ്സിനെ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ കൊണ്ടുവിടരുത് എന്നുള്ളതാണ്. പകരം അവയ്ക്ക് ഷെൽട്ടറുകൾ, അഭയകേന്ദ്രങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഈ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മൊത്തം സ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന, എവിടെ നിന്നും പിടിക്കുന്ന സ്ട്രേ ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ തിരിച്ച് ഷെൽട്ടറിലേക്ക്, എല്ലാ തെരുവ് നായ്ക്കളെയും ഷെൽട്ടറിലേക്ക് അയക്കണം എന്നുള്ള അർത്ഥത്തിലല്ല കോടതി വിധി വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ അതിനെപ്പറ്റിയുള്ള ധാരണ. എന്തായാലും ശരി, അതിൽ അനിമൽ ലവേഴ്സിനുള്ള ഒരു വലിയ ആശങ്ക എന്തെന്നാൽ അങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ, അതായത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, സ്കൂള്, കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തിരിച്ച് തെരുവ് നായ്ക്കളെ വിടാതെ പകരം അവയ്ക്ക് ഷെൽട്ടർ ഒരുക്കി കൊടുക്കണമെന്ന ഒരു വിധി വരുമ്പോൾ ആ വിധി ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അതേ രീതിയിൽ പ്രവർത്തിക്കില്ലേ, അവയെ തിരിച്ചു കൊണ്ടുവിടാതെ ഷെൽട്ടറുകളിലാക്കില്ലേ എന്നുള്ളതാണ്. അതൊരു വളരെ ന്യായമായ സംശയമാണ്. പക്ഷേ ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെന്റ് കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 35 ലക്ഷം ആൾക്കാർക്കോ മറ്റോ ആണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുള്ളത്. അതിൽ 54 പേര് മരിച്ചത് സംശയാസ്പദമാണ്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റാണ് മരിച്ചതെന്നാണ് സംശയം. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അഭിപ്രായപ്പെട്ടത് ഇത് കേരളത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. ഇത്രയും തെരുവ് നായ്ക്കൾക്കൊന്നും ഷെൽട്ടർ എടുക്കാൻ നമുക്ക് സാധ്യമല്ല. അദ്ദേഹം വിധി വായിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷം ആണെന്ന് തോന്നുന്നു. കണക്കനുസരിച്ച് കേരളത്തിൽ 2,80,000 തെരുവ് നായ്ക്കളുണ്ട്. 2,80,000 തെരുവ് നായ്ക്കളുണ്ട്. അവയെ പിടിക്കാൻ 595 മറ്റോ ക്യാച്ചേഴ്സേ ഉള്ളൂ. ഈ നായപിടുത്തക്കാർ, പരിശീലനം കിട്ടിയവരേ ഉള്ളൂ. 19 ABC കേന്ദ്രങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ABC എന്താണെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. ABC എന്ന് പറയുന്ന അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം എന്നാണ് എൻ്റെ അർത്ഥം. 2023 ഒരു അനിമൽ ബർത്ത് കൺട്രോൾ ABC റൂൾസ് വെച്ചായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ABC റൂൾസ് വന്നിരിക്കുന്നത് 2023 എൻ്റെ ധാരണ. അപ്പോൾ അനിമൽ ബർത്ത് കൺട്രോൾ നേരത്തെ തന്നെ ഉള്ളതാണ് ABCയിൽ വരുന്ന പ്രധാനമായിട്ടും സ്ട്രേ ഡോഗ്സിനെ പിടിച്ചാൽ ആദ്യത്തെ പരിപാടി സ്റ്റെറിലൈസേഷൻ ആണ്, വന്ധ്യംകരണം. അതിന് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തത് സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ, ആന്റി റാബീസ് വാക്സിൻ എടുക്കുക. അപ്പോൾ ഈ 2 ഘട്ടവും കഴിഞ്ഞാൽ പിന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ഇത് രണ്ടും നടത്തിയ നായ്ക്കളെ തിരിച്ചറിയാൻ വേണ്ടി അവയുടെ വലത് ചെവിയിൽ അടയാളം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്നൊരു സംവിധാനം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അവയുടെ തന്നെ ടെറിട്ടറിയിലേക്ക്, എല്ലാ നായ്ക്കൾക്കും, തെരുവ് നായ്ക്കൾക്കും അവരുടെ ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറി വിട്ട് അവർ പോകാറില്ല. ആ ടെറിട്ടറിയുടെ സംരക്ഷണത്തിനാണ് പലപ്പോഴും ഇവർ അക്രമാസക്തരാകുന്നത്. അപ്പൊ ആ ടെറിട്ടറിയിലേക്ക് കൊണ്ട് തിരിച്ചുവിടുക. ഇതാണ് ABC പ്രോഗ്രാം. ഇങ്ങനെ 5-6 ഘട്ടങ്ങളാണ് ABC പ്രോഗ്രാമിനുള്ളത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം വന്നേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചാൽ അവയുടെ പ്രശ്നം തീരുമോ, അവ അക്രമാസക്തമല്ലാതാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവയുടെ അക്രമാസക്തി വളരെയധികം കുറയും എന്നുള്ളതാണ് തെളിഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തെരുവ് നായ്ക്കൾ അക്രമാസക്തരാകുന്നത് പ്രധാനമായിട്ടും ഇണയെ തേടുന്ന സന്ദർഭങ്ങളാണ്. അവയുടെ ഹോർമോൺ ഡ്രൈവാണ് അതിന് പ്രധാനമായിട്ട് കാരണം. അപ്പോൾ ഇണയെ തേടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്ക് പോകുമ്പോൾ അത് വളരെ അഗ്രസീവ് ആകുന്നു, ഫൈറ്റിംഗ് വരുന്നു, അവർ തമ്മിലത്തെ ഫൈറ്റിംഗ് വരുന്നു, മറ്റ് ടെറിട്ടറിയിൽ നിന്ന് പട്ടികൾ വരുമ്പോൾ അവയുമായിട്ട് യുദ്ധം കൂടുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് അപ്പോൾ അക്രമാസക്തരാകാനുള്ള കാരണം. വന്ധീകരിക്കപ്പെട്ട നായകൾക്ക് ഇതെല്ലാം തന്നെ കുറയുന്നു എന്നുള്ളതാണ്. അവയ്ക്ക് മേറ്റ് ചെയ്യാനുള്ള
ടെൻഡൻസി അല്ലെങ്കിൽ ആ പ്രവണത കുറയുന്നു. മറ്റ് ടെറിട്ടറികളിൽ നിന്ന് വരുന്ന പട്ടികളെ, നായ്ക്കളെ അവർ അടിച്ചോടിക്കും എന്നുള്ളതാണ് വാസ്തവം. അഗ്രസീവായിട്ട് വന്ന മറ്റു നായ്ക്കളെ അങ്ങോട്ട് കയറാൻ പിന്നെ അനുവദിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അവയുടെ ഫൈറ്റ് കുറയുന്നു. അതുകൊണ്ട് തന്നെ ഡോഗ് മാൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ABC എന്ന് പറയുന്നത് ഒട്ടും മോശപ്പെട്ട പ്രോഗ്രാമല്ല. ABC എന്ന് പറയുന്നത് വളരെയധികം ഫലപ്രദമാണ് തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ ABC പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ സംസ്ഥാനം സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, എല്ലാ കോർപ്പറേഷനിലും, എല്ലാ വാർഡുകളും നായ അല്ലെങ്കിൽ തെരുവ് നായ മുക്തമാകണം. തെരുവ് നായ മുക്തമാകണമെന്നല്ല, തെരുവ് നായ ഈ ABCയിലൂടെ പൂർണ്ണമാക്കും. ABC പ്രക്രിയ എല്ലാ തെരുവ് നായ്ക്കൾക്കും ഈ എല്ലാ വാർഡുകളിലും പൂർത്തിയാക്കപ്പെടണം. അപ്പോഴേ നമ്മളൊരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. 2,80,000 തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞ ഒട്ടും ഒരു ചെറിയ സംഖ്യയല്ല, ഒരു വലിയ സംഖ്യ തന്നെയാണ്. ഇത് നമുക്ക് ഭീഷണിയാണ്. അപ്പോൾ ABC പ്രോഗ്രാം ശക്തമാക്കേണ്ടതുണ്ട്. അതിന് എത്ര ഫണ്ട് വേണമെങ്കിലും ചിലവാക്കുന്നതിലും നമുക്കൊരു മടി ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുപോലെ NGOs ഈ രംഗത്ത് ധാരാളം പേര് പ്രവർത്തിക്കുന്നുണ്ട്. ആ NGOസുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരുപാട് പരിപാടികൾ സർക്കാരിന് ചെയ്യാം. പക്ഷെ സർക്കാർ പലപ്പോഴും, ഈ സർക്കാർ എന്നുള്ള ഏത് സർക്കാരും ഈ ABC പ്രോഗ്രാമിന്റെ കാര്യത്തിൽ വല്ലാത്ത ഉദാസീനതയാണ്. പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഒന്നോ രണ്ടോ നടപടികൾ. ഇപ്പം ഇവിടെ തന്നെ നമ്മുടെ ഈ സർക്കാർ പോർട്ടബിൾ ABC യൂണിറ്റുകളെ കുറിച്ച് സംസാരിച്ചു. നെടുമങ്ങാട് എന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്ത് നന്നായിട്ട് അറിവില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഇച്ഛാശക്തിയുടെ പ്രശ്നം കൂടിയാണ്. തെരുവ് നായ്ക്കൾ ഒരു വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ചും കുട്ടികളെ. മാവേലിക്കര കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു KSEBിൽ 2 ജീവനക്കാരെ കടിച്ചു. കൊല്ലത്ത് പ്രശ്നമുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയവരെ കടിച്ചു. അങ്ങനെ എമ്പാടും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ 2,80,000 നായ്ക്കളെയും പിടിച്ച് ഷെൽട്ടറിലാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യേണ്ടത് ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സെന്റേഴ്സിൽ മാത്രമാണ്. അവിടെയുള്ള തെരുവ് നായ്ക്കളെ മാത്രമാണ് അവിടെ തിരിച്ചുവിടാതെ ഷെൽട്ടറിലേക്ക് അയക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു കാര്യമായ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം N പ്രശാന്ത് IASന്റെ RTIയെ കുറിച്ചുള്ള സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് വിവരാവകാശം വഴി ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ശേഖരിക്കാവുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിൽ എത്ര തെരുവുനായ്ക്കളുണ്ടെന്ന് അറിയാമോ, അല്ലെങ്കിൽ അവയെ പിടിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടതുള്ളത്. ആ രീതിയിൽ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. സർക്കാരും NGOകളും അനിമൽ ലവേഴ്സും എല്ലാം തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നിസ്സാര കാര്യമായിട്ട് കണക്കാക്കാൻ പാടില്ല. സുപ്രീം കോടതി 8 ആഴ്ചത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. 8 ആഴ്ചയ്ക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷെ പരമാവധി ചെയ്യാൻ സർക്കാർ ശ്രമിക്കണം. ജനത്തെ തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ നിന്ന് ഒഴിവാക്കണം. തെരുവ് നായ്ക്കളെ ഒപ്പം സംരക്ഷിക്കുകയും വേണം. അതിന് നമുക്ക് കഴിയട്ടെ. നമസ്കാരം.